അഖില്, ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടോ, ഈ കുട്ടി ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖില് ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? അത് കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും, അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും ഇവിടെ പുറത്ത് പറയും, തെളിവ് സഹിതം പുറത്ത് വിടുമെന്ന് അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ 4 ദിവസം കഴിഞ്ഞു, 4 ദിവസം, 4ാമത്തെ 5ാമത്തെ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല, അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അഖിൽ NRD സോഷ്യൽ മീഡിയ കത്തിച്ച ഒരു ഒളിച്ചോട്ടമായിരുന്നു അഖിൽ NRDയുടെ ഒളിച്ചോട്ടം. അഖിൽ NRDയുടെ അല്ല, അഖിൽ NRDയുടെ ഭാര്യ മേഘയുടെ ഒളിച്ചോട്ടം. അങ്ങനെ മേഘ ഒളിച്ചോടുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. രാത്രി ആ ബാഗ് തൂക്കിയുള്ള ഓട്ടം ഇപ്പോഴും ആൾക്കാർക്ക് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിരിച്ചുകൊണ്ട് മാത്രമേ അത് കാണാൻ സാധിക്കൂ. ആ രീതിയിലാണ് ആ ബാഗും കൊണ്ട് ഓടിയത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം ഇപ്പോൾ അറിയുന്ന ഒരു സംഭവം, 4 ദിവസം മാത്രമേ ഈ പറയുന്ന ബസ് ഡ്രൈവറുമായിട്ടുള്ള ആ ഒരു ദാമ്പത്യം നിലനിന്നുള്ളൂ. 4 ദിവസം കൊണ്ട് എല്ലാം തികഞ്ഞ് ഇപ്പൊ ലാസ്റ്റ് ഈ പറയുന്ന ആ അച്ഛന്റെ വീട്ടിലാണ് മേഘ എന്നൊരു സാധനം. അത് പറയാൻ കാരണം മേഘ ഇട്ട ഒരു പോസ്റ്റാണ്. ഞാൻ എന്റെ അച്ഛന്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട ഒരു പോസ്റ്റ്. ആ പോസ്റ്റ് ഞാൻ ഇവിടെ വെക്കാം. ഇതാണ് പോസ്റ്റ്. ഇൻ മൈ ഫാദേഴ്സ് ഹോം എന്ന് പറഞ്ഞുകൊണ്ട് മേഘ ഇട്ട ഒരു പോസ്റ്റാണ്. അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന ജിനൂസിന്റെ പിന്നീട് വീഡിയോക്കകത്ത് അവൻ അവരുടെ ബന്ധുവാണ്, അവരുമായിട്ട് വിളിച്ച ഒരു കോൾ റെക്കോർഡിംഗ് ഉണ്ട്. ആ റെക്കോർഡിംഗ് കറക്റ്റായിട്ട് വെക്കാം. ആ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ആയി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് സംഭവിച്ചത്, മേഘയ്ക്ക് എങ്ങനെയാണ് പണി കിട്ടിയത് എന്നുള്ളത് മനസ്സിലാവും. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇത് കാണുമ്പോൾ കുരുപൊട്ടി കുറവർക്ക് അയ്യോ അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് തലയിട്ട് നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് വരുന്ന കുറച്ചുപേരുണ്ട്. അതിൽ മെയിനായിട്ട് ഈ ഫാമിലി ബ്ലോഗേഴ്സ്, ഈ പറയുന്ന ബ്യൂട്ടി ബ്ലോഗേഴ്സ് ആണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഈ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ ചാനലുകാരെ ഒന്ന് എങ്ങനെയെങ്കിലും അവർ പൂട്ടിപ്പോയെങ്കിൽ എന്ന് ആലോചിക്കുന്ന, അല്ലെങ്കിൽ വിചാരിക്കുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മളില്ലായിരുന്നുവെങ്കിൽ ഈ കണ്ട പ്രോഡക്റ്റുകളെല്ലാം വിറ്റ് ആൾക്കാരെ പറ്റിക്കുന്ന ആപ്പുകളെല്ലാം എടുത്ത് പ്രൊമോട്ട് ചെയ്ത് അതുവഴി ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാമായിരുന്നു. ഒറ്റ കമാന്നൊരു അക്ഷരം ഇട്ടില്ലായിരുന്നു. ബ്യൂട്ടി വ്ളോഗ്സ് ആയിക്കോട്ടെ, എവിടെയെങ്കിലും കിടന്ന ഏതെങ്കിലും കൂറ പ്രോഡക്റ്റിനെ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് പരിചയപ്പെട്ട് നിങ്ങൾ ഇത് വാങ്ങൂ, ഞാൻ വെളുത്ത് തുടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വാങ്ങിച്ച് അങ്ങനെ പൈസ വലിപ്പിച്ച് കുറെ പണം ഉണ്ടാക്കാം പ്രേക്ഷകരെ. മറ്റു കുറെ ഉണ്ട് ഈ പറയുന്ന പൈസ ഇരട്ടിപ്പിക്കുന്ന ആപ്പുകളെല്ലാം കൊണ്ടുവന്ന് അതിനെ പ്രൊമോട്ട് ചെയ്ത് അതുവഴി പൈസ ഉണ്ടാക്കാം. ഇങ്ങനെ വരുന്ന ആൾക്കാരെ പറ്റിക്കുന്ന പ്രൊഡക്റ്റുകളെ നമ്മൾ കൊണ്ട് വിമർശിക്കുന്ന യുവമാർക്ക് പണിയെടുക്കാത്തത്. ഓക്കെ, അത് എങ്ങനെയെങ്കിലും നിർത്തണം. അതുകൊണ്ട് അവർക്ക് കുരു പൊട്ടുന്നത് സ്വാഭാവികമാണ്. ഈ റിയാക്ട് ചെയ്തവർ തന്നെ ഒരു ദിവസമെങ്കിലും ഈ പറയുന്ന റിയാക്ട് ചെയ്തവർ ഇതുപോലുള്ള പല നമുക്കറിയാമല്ലോ. അപ്പൊ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിജയുടെ ഫാമിലി ഇതൊക്കെ ഉള്ളത് എങ്ങനെ? ഇതിപ്പം ഈ പറഞ്ഞതുപോലെ കള്ളങ്ങൾ വിളിച്ചു പറയുകയാണെങ്കിൽ, നട്ടാക്കുറിക്കാത്ത കള്ളങ്ങൾ വ്യൂസിന് വേണ്ടിയിട്ട് വിളിച്ചു പറയുമ്പോൾ, ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ അവരുടെ ഭാര്യ ഒളിച്ചോടിയോ അവൻ ഒളിച്ചോടിയോ ഇതൊക്കെ വാർത്തകൾ തന്നെയാണ്. അതിപ്പം മെയിൻ സ്ട്രീം വരെ പിന്നീട് ഈ പറയുന്ന ചാനൽ വരെ ഇതൊക്കെ വാർത്തകളാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ എനിക്കൊന്ന് മനോരമ വരെ ഇത് വാർത്തയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ വാർത്ത തന്നെയാണ്. കള്ളം വിളിച്ചു പറയുകയാണെങ്കിൽ ശരി, ഓക്കെ. അല്ലാതെ അവൾ ഒളിച്ചോടിയോ പാവം അവൾ ഒളിച്ചോടി ഒന്നും കമാന്നൊരു അക്ഷരം മിണ്ടരുത്. അഖിൽ NRDയുടെ ഭാര്യ ഒളിച്ചോടി ഒന്നും മിണ്ടരുത്, പാവം വേറെന്താ അറിയോ, അവന് സങ്കടം തോന്നില്ലേ എന്ന് പറയുമ്പോൾ പലർക്കും ഇതുപോലെ സങ്കടം തോന്നുമെന്നുള്ളതാണ്. ഈ വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാളെ എന്റെ കുടുംബത്തിൽ സംഭവം വന്നാലും അതും വാർത്തയാവും. ചിലപ്പോൾ പലരും വാർത്തയായിട്ടിടും. അത് സഹിച്ചേ പറ്റുള്ളൂ. ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ തന്റെ ഫാമിലിയെ കൊണ്ടിടുന്നവർക്ക് ഇത് വാർത്ത തന്നെയാണ്. ഇപ്പൊ എന്റെ ഫാമിലി എന്തെങ്കിലും നടന്നെങ്കിൽ ആർക്കും ഒരു വാർത്തയില്ല. കാരണം എന്റെ ഫാമിലി ആരും നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. മനസ്സിലായി? ഒറ്റ മനുഷ്യർക്ക് ഞാൻ എന്റെ ഫാമിലിയെ കൊണ്ടുവന്നിട്ടില്ല. അത് ഞാൻ ഇവിടെ വിളമ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നുമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. അതുകൊണ്ട് ആ കുരു പൊട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ ഇടും. അങ്ങനെയാണെങ്കിൽ വാർത്താ ചാനലുകൾ മൊത്തം എന്തിനു പൂട്ടേണ്ടി വരും. കാരണം അവരെല്ലാം മറ്റുള്ളവരുടെ കുടുംബകാര്യങ്ങളാണ്. ഒരാളൊരു കുറ്റം ചെയ്യുമ്പോൾ, ഒരാളെ വിമർശിക്കുമ്പോൾ അത് പലർക്കും വേദനിക്കും, പലർക്കും ഇഷ്ടപ്പെടും. അത് അങ്ങനെ ഉള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു വോയിസിലേക്ക് കിടക്കാം. നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഞാൻ ആ രാജ്യം നെടുങ്ങുന്ന ആദ്യം താങ്കളുടെ വീഡിയോ ആണ് ഞാൻ കാണുന്നത്. ഫസ്റ്റിലെ ഞാൻ കാണുന്നത് ഞാൻ കൊച്ചിയിലായിരുന്നു. അപ്പം ഈ വീഡിയോ കണ്ട ഉടനെ ഇതിന്റെ ഒരു തലക്കെട്ടൊക്കെ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി. രാജ്യം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര തമ്പുലൈനൊക്കെ ഭീകരമായിരുന്നു. ആ വീഡിയോ അത്ര ഓടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. തലക്കെട്ടും അവതരണ ശൈലിയൊക്കെ കുറിച്ചു എല്ലാവരും. അപ്പൊ ഈ സംഭവത്തില് ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്, അറിയാമല്ലോ. ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാള്.
ഓ ശരി. കോൺഗ്രസ് പാർട്ടിയുടെ. അത് ഈ കുട്ടിക്ക് രണ്ടച്ഛനാണ്. എനിക്ക് തോന്നുന്നു മേഘയുടെ വയസ്സായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. രണ്ടച്ഛന്മാർ എനിക്കറിയത്തില്ല കേട്ടോ, അവരുടെ ഫാമിലി ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല എന്നാണ് പുള്ളി പറയുന്നത്. ഞാനിത് ഫുള്ളായി കേട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് കേൾക്കുന്നത്. കേട്ട് നമുക്ക് പറയാം. ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റില് ഇവര് തമ്മിൽ കൊടുത്തപ്പോ ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിന്റെ അമ്മയും കൂടെ ജീവിക്കുമ്പോ അവരെ ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകൾ ഒളിച്ചോടിയതായിട്ടാണ് വന്നത്. ഒളിച്ചോടിയതല്ല, ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജിയെ കിട്ടുന്നവര്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് വളർന്നതൊക്കെ, ഈ രണ്ടാനച്ഛന്റെ കീഴിൽ. പിന്നെ അവിടുന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി ഒന്നാനച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് ഈ പുള്ളിയുടെ കൂടെ നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടെയാണ്. ഇത് ഒന്നാമത്തെ അച്ഛൻ ആള് ഒരു ശുദ്ധനാണ്. ആള് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുമുണ്ട്, അത്യാവശ്യം നല്ല പണവും ഉണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാ. അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാ, ഈ പത്മകുമാറിന്റെ. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ലപോലെ പുള്ളി ഹോസ്പിറ്റലിൽ, പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവച്ചത് ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും രണ്ടാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബില്ലിംഗ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. അതിനിപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയുമായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അനൂപിന്റെ അങ്ങനെ അതൊക്കെ അറിയാം. ഇതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ നുണക്കഥകളല്ല എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. അതായത് ഈ പുള്ളി ഈ മേഘയുടെ അച്ഛന്റെ സുഹൃത്താണ്. ഈ പുള്ളിയാണ് ഇവരെ ആദ്യം രാത്രി തന്നെ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അവിടെ വെച്ച് ചോദിക്കുമ്പോൾ എനിക്ക് അച്ഛൻ്റെ കൂടെ പോകണ്ട, എനിക്ക് ഈ പറയുന്ന അനൂപ് എന്ന് പറഞ്ഞ ബസ് ഡ്രൈവറോട് പോയാൽ മതി എന്നാണ് തീരുമാനമെടുത്തത് എന്നുള്ളതാണ്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട്, കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടയും കലവാകുമ്പം തട്ടിമുട്ടിയും നോക്കി ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അതായത് മേഘ 1 കൊല്ലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദാമ്പത്തിക ജീവിതം അത്ര രസത്തിലല്ല, അതായത് അഖിലുമായിട്ടുള്ള ദാമ്പത്തിക ജീവിതം അത്ര രസത്തിലല്ല, എനിക്ക് സംസാരിക്കണം എന്ന് മേഘ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതും നമ്മൾ പറഞ്ഞതാണ്, ഇതും സത്യമാണെന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയും ഒക്കെ ചെയ്യുമ്പോ അങ്ങനെ ബസ്സിൽ പോകുമ്പോ ഇവനുമായിട്ട് കമ്പനിയാവുകയും അവനുള്ള ഒരു സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങിപ്പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നതാണോ? അതെ, അവിടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവരുടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായിപ്പോയി, ബ്രേക്കപ്പ് ആയിപ്പോയി. അതിന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ അതായത് ഇവര് പറഞ്ഞു വരുന്നത് അഖിലിന്റെ അച്ഛനുമായിട്ട് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന സമയമായിരുന്നു. കുടുംബവുമായിട്ട് സംസാരിക്കണമെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ബസ്സിൽ യാത്ര ചെയ്യുന്ന അവിടെ വെച്ച് ഇവനുമായിട്ട് കമ്പനി ആവുന്നത്. ഇവൻ ഓൾറെഡി ഒരു അഫെയർ ഉണ്ടായിരുന്നു. ആ അഫെയർ എന്ത് ചെയ്തു, തകടം പറഞ്ഞ് പിന്നെ അവശ്യ കാമുകനായി ഇരുന്നപ്പോഴാണ് അവശ്യ കാമുകിയായ നമ്മുടെ ആര് വരുന്നത്, ഈ പറയുന്ന നമ്മുടെ പേരും മറന്നുപോയല്ലോ, ആ കക്ഷി വരുന്നത്. അതായത് അഖിൽ എന്നാടിയുടെ മൃദുലേ എന്ന് പേരെന്താ, പേര് പറഞ്ഞത്. ഓക്കെ, അവര് വരുന്നത്. അതിനുശേഷം രണ്ട് അവശ്യ കാമുകന്മാരെ കണ്ടുമുട്ടി അവരുടെ ജോയിൻ ചെയ്ത് പോയി എന്നുള്ളതാണ്. ഓക്കെ, അനുവിന് അച്ഛൻ മരിച്ചു പോയ ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനുവിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല. 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അനൂപ്. ആണല്ലേ, ജോലി കിട്ടിയെന്നിങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു? താൽക്കാലിക ജോലിയാണ്. എംപ്ലോയർ എന്തോ ഒരു വകുപ്പുണ്ടല്ലോ, 700 ഡെയിലി അന്നന്ന് പോകുന്ന അന്നന്ന് കാശ് കിട്ടും. അത് KSRTC-ലാണെങ്കിലും ടെമ്പററിയാ. യദുകൃഷ്ണന്റെ ജോലി, യദുകൃഷ്ണൻ ഇല്ലേ വിവാദ നായിക, അതെ മേഡമായിട്ട്
ഈ പ്രശ്നം ഉണ്ടാക്കിയേക്കുന്ന പുള്ളി. അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ. അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി വേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയായിട്ട് സ്നേഹത്തിലാവുന്നതും ഇവരങ്ങനെ രാത്രിക്ക് അങ്ങ് പോകുന്നതൊക്കെ. അതിനുശേഷം 4 ദിവസം അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. തോന്നുന്നു 4 ദിവസം. 4ാമത്തെ 5ാമത്തെ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. തിരിച്ചു പോകുന്നു. അങ്ങനെ അതായത് ഇവർ തമ്മിൽ പിരിഞ്ഞു വന്നതല്ല എന്നുള്ളതാണ്. വീട്ടിലാണ്, പക്ഷെ അപ്പൊ ഇവർ അടിച്ചു പിരിഞ്ഞതല്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. അവന്റെ അനുവാദത്തോടു കൂടി വീട്ടിൽ വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാരും കൂടി പറഞ്ഞ് സെറ്റിലാക്കി ഒരു വിവാഹത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണോ? ഞാൻ ഈ വോയിസ് ഞാനിപ്പോ ആദ്യമായിട്ട് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് പ്രതികരിക്കുകയാണ്. ഇവരുടെ സംഭവം ഇത് കേട്ടിട്ട് അടിച്ചു പിരിഞ്ഞതല്ല, അവന്റെ സംഭവത്തോടു കൂടി ഇവിടെ വന്ന് ഈ പറയുന്ന അച്ഛനും അമ്മയുടെ രമ്യതയിലായിട്ട് അടുത്തൊരു കല്യാണത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് സംശയം. തോന്നുന്നു, എനിക്കറിയില്ല. അതായത് അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ല, അനൂപുമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീല് വരും. വക്കീല് വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ശരി. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി അവനെ വിട്ട് പോവുകയല്ലെന്നാ ഞാൻ അറിഞ്ഞത്. മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അതെന്ത് വാർത്തയാണ് വന്നിരിക്കുന്നത്? അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ. ഒളിച്ചോടിയത് സത്യം തന്നെ. അത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനൂപുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനൂപ് ഉപേക്ഷിച്ചിട്ടില്ല. അനുവിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനുവിന്റെ അനുവാദത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നേക്കുന്നത്. ഞാൻ അവരുടെ എത്ര ഫാമിലി ഫ്രണ്ട് ആന്നേ. ഈ പുള്ളി ഞാനും ചങ്ക് ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്കെല്ലാ വിവരം അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല. അഖില്, ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടോ, ഈ കുട്ടി ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖിൽ ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? അതുകാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും, അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും ഇവിടെ പുറത്ത് പറയും. തെളിവ് സഹിതം പുറത്ത് വിടുന്നു. അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖില്. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഇവർ ഈ പറയുന്നത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടായ ഒരു സംശയമാണ്. സ്വന്തം ഭാര്യ പോയിട്ട് ഇനി അവരെയൊക്കെ വിട്ടേക്ക്, ഒന്നും മിണ്ടണ്ട, അത് അവര് ജീവിച്ചു പോട്ടെ എന്ന് അങ്ങനെ ഒരു സ്റ്റാൻഡ് എന്തിനാ അതിൽ എടുത്തു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവർ പറയുന്നതനുസരിച്ച് ഈ പറയുന്ന പെൺകുട്ടിയുടെ ഭാഗത്തും ശരികളുണ്ട്. മൊത്തം ശരിയെന്നല്ല, എന്തായാലും ഇത് ആദ്യമേ ചെയ്യാമായിരുന്നു. ഇപ്പൊ നീ ചെയ്യുന്ന ഒരു സംഭവമല്ലേ, അതായത് എന്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞ് നിനക്ക് അഖിലുമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അവിടെ പറഞ്ഞു തിരുത്ത്, ഇവനെ കെട്ടുക, എവനെയോ ആരെ വേണമെങ്കിൽ കെട്ടാമായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതല്ല നിങ്ങൾ ചെയ്തത്. എന്താണ് ചെയ്തത്? ആരടുത്തും പറയാതെ ഒളിച്ചോടുകയാണ്. ഇപ്പൊ എന്ത് ചെയ്തു? ആദ്യം ചെയ്യാനുള്ള കേസ് ഇപ്പൊ രണ്ടാമത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് അവർ തമ്മിൽ ഈ പറയുന്ന മ്യൂച്വൽ ഡിവോഴ്സ് ആയതിനു ശേഷം ഈ പറയുന്ന അനൂപ് എന്ന് പറയുന്നവനെ കല്യാണം കഴിച്ച് കൂടെ പാർക്കുക എന്നുള്ളതാണ്. ഒരു ഫ്രീഡം ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. അത് ശരിയാ. അതാണ് മെയിൻ വിഷയം. അവർക്കിടെ പ്രശ്നം ഉണ്ടായി. ഈ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയോട് ഇത്ര പക ഉണ്ടാകാൻ കാരണം അത് കണ്ടുപിടിച്ചതാണ്. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? മെയിൻ വില്ലൻ അച്ഛനാണ്. അഖിലിന്റെ അച്ഛനാണ് മെയിൻ വില്ലൻ. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖില് പറഞ്ഞു ഹോസ്റ്റലിലുള്ളൂ, നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടേക്കാം, ഞാൻ വരുന്നില്ല, എന്റെ അച്ഛനും അമ്മയും വിട്ട് ഞാൻ വരികയില്ലെന്ന്. അത് ന്യായം. ഒരു മകനെ അങ്ങനെ വിളിച്ച ചില മക്കള് അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളവർ പോവുകയില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നവും വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവള് വേറെ താമസിക്കാന്ന് പറഞ്ഞത്. അത് അഖില് നിരസിച്ചു. അതാണ് വിഷയം. അപ്പം നിലവില് അച്ഛന്റെ വീട്ടിലാണുള്ളത്, സ്വന്തം അച്ഛന്റെ വീട്ടിലാണ് അവിടെ ഉള്ളത് ഒറ്റയ്ക്ക്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛൻ അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ അനൂപിന്റെ കേസിൽ ആ പയ്യനെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഒളിച്ചു കൊണ്ടുപോയ പയ്യനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവനെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതുവരെ. അയാൾക്ക് അംഗീകരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അംഗീകരിക്കുമായിരിക്കും. അതായത് കൊണ്ടുപോയ പയ്യനെ അച്ഛന് താല്പര്യമില്ല. അച്ഛന് താല്പര്യമില്ലെന്നല്ല, അച്ഛന് ഏതൊരച്ഛനായാലും കുറച്ച് ഇത് വരുമല്ലോ. അങ്ങനെ ഒരു ഇത് പുള്ളി അംഗീകരിക്കുകയോ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവനെ. പുള്ളി ഒറ്റയ്ക്കാണ് ഇപ്പം. ഈ മേഘ ഒറ്റയ്ക്കാണ് പുള്ളിയുടെ. അതല്ല ചേട്ടാ, നമ്മുടെ ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാദർ, മേഘയുടെ ഫാദർ ഒറ്റയ്ക്കാണോ?
ആ മേഘയുടെ ഫാദർ ഒറ്റയ്ക്കല്ല, അമ്മയുണ്ട്, മേഘയുടെ അപ്പൂപ്പനുണ്ട്, ഓ ശരി. രണ്ട് ഒരു ബന്ധുവുണ്ട്, പിന്നെ ഒരു 2-3 ജോലിക്കാരുണ്ട്. ഒരു ഹൈ ഫാമിലിയാ, ഇല്ലം ഫാമിലിയാണ്. അവിടുത്തെ ഒരു പുരാതനമായ ഒരു നാലുകെട്ട് വീടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. ഒരു 4-5 ഏക്കർ സ്ഥലത്തിന്റെ അകത്താണ് ഈ വീട് ഇരിക്കുന്നതൊക്കെ. ഇടനാട്. നല്ല സാമ്പത്തികമുള്ളവരാ. നല്ല സാമ്പത്തികം എന്ന് പറഞ്ഞാൽ കോടികളുടെ ആസ്തിയുള്ള. എനിക്ക് അറിയാവില്ല, ഞാൻ അവിടെ പോയി ഒരാഴ്ചയൊക്കെ താമസിക്കുന്ന പുള്ളിയുടെ കൂടെ. ഓ ശരി. എന്നെ ഭയങ്കര കാര്യമാണ് പുള്ളിക്ക്. എന്ത് കാര്യം ഉണ്ടായാലും പുള്ളി ആദ്യം വിളിച്ചു പറഞ്ഞു എന്നോടാ എന്റെ മോള് പോയെന്നും അവരെ പിടിച്ചു കൊടുക്കണമെന്നും ഒക്കെ ആവശ്യം. അന്ന് രാത്രി തന്നെ ഞാൻ വണ്ടി എടുത്ത് പുള്ളിയുടെ അടുത്ത് പോവുകയും പിറ്റേന്ന് രാവിലെ ഞങ്ങൾ 2 സ്റ്റേഷനിൽ പോയത് ഈ പയ്യനുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. കാര്യം ഉണ്ടായില്ല. ഓക്കെ, ഇതാണ് ആ ഒരു സംഭവം. ഈ ഒരു വോയിസ് ക്ലിപ്പിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് മറ്റൊന്നുമല്ല, അവിടെ പ്രശ്നക്കാരൻ എവള് പറയുന്നത് അനുസരിച്ച്, അല്ലെങ്കിൽ പുള്ളി പറയുന്നത് അനുസരിച്ച്, പുള്ളി ഇവളുടെ അച്ഛന്റെ സുഹൃത്തെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് മറ്റൊരു യൂട്യൂബറിനെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുന്നത്. മറ്റൊരു കേസ് ചിലപ്പം ഇവളുടെ വശം പറയാൻ വേണ്ടിയിട്ടായിരിക്കാം പുള്ളി വിളിച്ചത്. അതായത് ഇവിടുത്തെ പ്രശ്നക്കാര് ഈ പറയുന്ന അഖിലിനെക്കാട്ട് ഉപരി ആരായിരുന്നു, ഈ അഖിലിന്റെ അച്ഛനായിരുന്നു പ്രശ്നക്കാരൻ എന്നുള്ളതാണ്. അവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറയുന്നു. വീട് മാറി താമസിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അഖിൽ പോയില്ല. അപ്പോൾ ഒരു മകനും പോകത്തില്ല എന്നുള്ളതാണ്. സ്വന്തം അച്ഛനും ഭാര്യയുടെ വാക്ക് കേട്ട് അച്ഛനെയും അമ്മയും കളയാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറായി കാണില്ല. അതുകൊണ്ട് അഖിലിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ചാടി പിടിച്ച് മറ്റൊരു ബസ് ഡ്രൈവറുമായിട്ട് ഇവിടെ ഒളിച്ചോടുന്നത്. അതിനുശേഷം ഒരു 4 ദിവസം എന്ത് ചെയ്യുന്നു, ഒരു താമസിക്കുന്നവർക്ക് നല്ല സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിലുള്ള കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഒരു സംയമനം, അതായത് അവൻ പറഞ്ഞിട്ടാണ് നേരെ ഉള്ള അച്ഛന്റെ വീട്ടിലേക്ക് വരുന്നത്. അവിടെ ഇനി അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി അവർ തമ്മിൽ ഈ അഖിലുമായിട്ട് ഒരു മ്യൂച്വൽ ഡിവോഴ്സ് നേടിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ഈ അനൂപിനെ കെട്ടണം. ഇതായിരുന്നു അവരുടെ സംഭവം, കെട്ടണം. ഓക്കെ, അപ്പം ഈ പറയുന്ന അഖിലിന് ഒരു പരാതിയുമില്ല. അങ്ങനെ അവരെന്തോ ആയിക്കിട്ട് നിങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കണ്ട എന്ന് പറയുന്നത്. അതും ഇവർ പറയുന്നത് അഖിൽ അങ്ങനെ പറയാൻ കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും അല്ലെങ്കിൽ അഖിലിന്റെ അച്ഛന്റെ കുറെ രഹസ്യങ്ങളൊക്കെ ഈ പെൺകുട്ടിക്ക് അറിയാം. അതുകൊണ്ടാണ് അഖിൽ അങ്ങനെ പറയുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അതും നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു ലോജിക്ക് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അഭിപ്രായം മസ്റ്റേക്ക് വിടുകണം. ജയ് ഹിന്ദ്.